പ്രസവരക്ഷാ പരിചരണം, നടുവേദന, ത്വക്ക് രോഗങ്ങൾ, പഞ്ചകർമ്മ ചികിത്സകൾ അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരിടമുണ്ട് നമുക്ക് തിരുവല്ലയിൽ. അതാണ് ഉണ്ണിമായ ഓംകാർ ആയുർവേദ ഹോസ്പിറ്റൽ. ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇതിൻ്റെ എല്ലാമായ ഡോക്ടർ ഉണ്ണിമായയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും പഞ്ചകർമ്മ ചികിത്സകളാണ്, ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളാണ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് നടുവേദന, മുട്ടുവേദന തുടങ്ങിയ സന്ധിഗതമായിട്ടുള്ള വാദങ്ങൾ, അതിനുള്ള ചികിത്സയാണ്. ന്യൂറോമസ്കുലർ ഡിസീസസിനും പോസ്റ്റ് സ്ട്രോക്ക് ആയിട്ടുള്ള റീഹാബിലിറ്റേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് നേറ്റൽ കെയർ ചെയ്യുന്നുണ്ട്. അതായത് പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ആരോഗ്യ പരിപാലനമാണ് പോസ്റ്റ് നേറ്റൽ കെയർ. അതുപോലെ തന്നെ ആയുർവേദ കോസ്മെറ്റോളജി നമ്മൾ ചെയ്യുന്നുണ്ട്. ആയുർവേദം മാത്രമല്ല, നമ്മൾ കോസ്മെറ്റോളജിയിൽ PRP തുടങ്ങിയ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ആയുർവേദ മേഖലയിലേക്ക് എങ്ങനെയാണ് വന്നത്? എനിക്ക് ഇതിനോടുള്ള വലിയൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് വന്നത്. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഞാനത് കണ്ടു വളർന്ന ഒരുപാട് അനുഭവങ്ങൾ അറിഞ്ഞു വളർന്ന ഒരു ആളായുണ്ടായിരിക്കും എനിക്കതിന് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാര്യം. അതായത് അമ്മ ആയുർവേദ ഡോക്ടറാണ്, അമ്മ സർവീസിലായിരുന്നു, ഇപ്പം റിട്ടയർ ചെയ്തു. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിലേക്ക് കൂടുതലും സന്തോഷമായിട്ട് ഒരു സേവനം ചെയ്യാൻ പറ്റുന്നത്. നമ്മളിവിടെ നമ്മുടെ രോഗികൾക്ക് വേണ്ടിയുള്ള മരുന്ന് നമ്മൾ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ശരീരപ്രകൃതിയാണ്, പ്രകൃതി അനുസരിച്ച് അവരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ചിത്ര. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഒരു സിവിയർ നീ പെയിൻ ആയിട്ടാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുന്നത്. കൺസൾട്ട് ചെയ്യാൻ വന്ന അതേ ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെയിലി റൊട്ടീൻ, എൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, എൻ്റെ വർക്ക് എങ്ങനെയാണ്, അത് എണ്ണിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഹെൽപ്പ് വേണമായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. ബട്ട് നൗ ഐ കംപ്ലീറ്റ്ലി റിക്കവർഡ് ആൻഡ് ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഡോക്ടർ ഉണ്ണിമായ ആൻഡ് ദ ടീം.